കെ.എസ്.ആർ.ടി.സി ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കത്തിൽ കേരള പോലീസിന് വീഴ്ച പറ്റിയെന്ന് മുൻ DGP DP സെൻകുമാർ. കെ.എസ്.ആർ.ടി.സിയിൽ അപകടകരമായും നിയമവിരുദ്ധമായും ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ പെരുമാറുന്നത് അപൂർവമല്ല. അപ്പാർട്ട്മെന്റിന്റെ 4ാം നിലയിൽ നിന്ന് വീണ കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് സംഭവം നടന്നത്. കുഞ്ഞിനെ രക്ഷിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. തലയിൽ മുണ്ടിട്ടാണ് മുഖ്യമന്ത്രിയും CPIM-ഉം ഇപ്പോൾ നിൽക്കുന്നതെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. വടകര വർഗീയ ധ്രുവീകരണത്തിന് നിന്നുകൊടുത്തിട്ടില്ലെന്നും അത്തരം ശ്രമങ്ങൾക്കെതിരെ UDF ജനകീയ ക്യാമ്പയിൻ നടത്തുമെന്നും ഷാഫി കൂട്ടിച്ചേർത്തു. LDF കൺവീനർ EP ജയരാജനെതിരെ കള്ളപ്രചരണ വേല നടക്കുന്നതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തനിക്കെതിരെ ആസൂത്രിതമായ നീക്കം നടക്കുന്നതായി ജയരാജൻ പാർട്ടിയെ അറിയിച്ചതായി ഗോവിന്ദൻ വ്യക്തമാക്കി. നിയമപരമായി നടപടി സ്വീകരിക്കാൻ ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തി. സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തെത്തിയ യുവതി പെരിയാറിൽ മുങ്ങി മരിച്ചു. ചെങ്ങന്നൂർ സ്വദേശി ജോമോളാണ് മരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 12 സീറ്റ് വരെ ലഭിച്ചേക്കുമെന്ന് CPM വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മികച്ച പ്രകടനം ഇടതുമുന്നണി കാഴ്ചവെക്കും. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന പ്രചാരണം മറികടക്കാനായെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. വീടിനുള്ളിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ കൊറ്റാലിക്കാവിന് സമീപം സുനന്ദ വി ഷേണായ്, മകൾ ദീപ വി ഷേണായ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തെ പഴക്കമുണ്ട്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി. ഗുജറാത്തിൽ 600 കോടി രൂപയോളം വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടികൂടി. പാകിസ്ഥാനി ബോട്ടിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. 86 കിലോഗ്രാം മയക്കുമരുന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന 14 പേരെ കസ്റ്റഡിയിലെടുത്തു. BJP-യിൽ ചേരാൻ EP ജയരാജൻ തയ്യാറായിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ. ഇത് സംബന്ധിച്ച് 3 തവണ EP-യുമായി ചർച്ച നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ഒരു ഫോൺ കോളാണ് EP-യെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചതെന്നും ശോഭ. മുംബൈയിൽ ഷവർമ കഴിച്ചതിനെ തുടർന്നുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം 12 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭക്ഷ്യവിഷബാധയാണ് അസ്വസ്ഥതയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ.